ട്രംപ് പിന്നെ ഒരു വിടുവായത്വമാണ് പറയുന്നതെന്ന് വിചാരിക്കാം. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു യുദ്ധക്കൊതിയന്മാരുടെ രാജ്യമായതുകൊണ്ട് തന്നെ അവര് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഒരു വിവരക്കേട് അവർ കാണിച്ചാൽ ഉറപ്പായിട്ടും ഇറാൻ തിരിച്ചടിക്കും. അത് വലിയൊരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് മാറും. മാക്സിമം സംയമനം പാലിക്കാൻ നോക്കുന്നവരാണ് ഇറാനിയൻ. പക്ഷെ അവരെ പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ട് അടുപ്പിക്കുക എന്നൊരു രീതിയായിരുന്നു ട്രംപ് അവലംബിച്ചത്. പക്ഷെ അടിച്ചപ്പോഴാണ് ട്രംപിന് മനസ്സിലായത് ഇത് ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, അറ്റമില്ലാതെ കിടക്കുകയാണ്, കടൽ പോലെ കിടക്കുകയാണെന്ന്. ഇത്ര വലിയൊരു ശക്തി, അമേരിക്ക പോലൊരു ശക്തി, കോടിക്കണക്കിന് ജനങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ പെട്ടെന്ന് കൊന്നൊടുക്കാലോ എല്ലാവരെയും എന്ന് പറഞ്ഞിട്ട് പോലും ഈ 13 രാജ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഇറാനോടുള്ള പൊതു സമൂഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്ര കണ്ട് ഇറാൻ വളർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വളർച്ചയുടെ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ട്രംപിന് തന്നെയാണ്. ട്രംപ് ഒരു പക്ഷെ ഇത്ര ഉപരോധങ്ങൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇറാൻ പോലും ഇങ്ങനെ വളരില്ലേ. പറയുമല്ലോ, നമ്മളൊരു ഈഗോ ഹേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മള് ഗ്യാപ്പ് കിട്ടുന്നത്. അതുപോലെ ഇറാൻ അങ്ങനെ തഴച്ചു വളരാൻ അമേരിക്ക വെള്ളവും വളവും കൊടുത്തു എന്ന് പറയാം. വിദ്യ ആയത്തുള്ള അലി ഖാംനയുടെ മരണാനന്തര ചടങ്ങുകൾ, 6 ദിവസം നീണ്ടു നിൽക്കുന്ന മരണാനന്തര ചടങ്ങുകളിൽ ഇപ്പോഴത്തെ പരമോന്നത നേതാവായ മുസ്തഫ ആയത്തുള്ള ഖാംനൈ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം സുരക്ഷാ മാനദണ്ഡങ്ങളാൽ മാറി നിൽക്കുന്നതാണ് എന്നാണ് പറയുന്നത്. മറ്റു 3 മക്കളും പങ്കെടുത്തിട്ടുണ്ട് ഈ ഒരു ചടങ്ങിൽ. ഈ സുരക്ഷാ മാനദണ്ഡം മൂലമാണ് അദ്ദേഹം മാറി നിൽക്കുന്നതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? അത് അഞ്ജന, ഈ ഒരു 6 ദിവസത്തെ ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. അതില് എന്തുകൊണ്ടാണ് മുസ്തഫ ഖമേനി പുറത്തേക്ക് വരുന്നില്ല എന്നൊരു ചർച്ച പൊതുവെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ ഒരു 6 ദിവസം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ ദിവസമാണ്. ഏറ്റവും പരമോന്നത നേതാവിന്റെ ആ ഒരു സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ദിവസമാണ്. അപ്പോൾ അവർ അത്രയും പവിത്രതയോടുകൂടി കാണുന്ന ഒരു സമയമാണത്. അപ്പോൾ മുസ്തഫ ഖമേനിക്ക് സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ വധിക്കുമെന്നൊരു ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷെ നമുക്കറിയാം ഇറാനികൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭീഷണിക്ക് മുൻപിൽ തളർന്നു പോകുന്നവരല്ല. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ സംയമനം പാലിക്കുക എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരുപാട് രാജ്യങ്ങളിലെ പ്രതിനിധികൾ വരുന്നതാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഏകദേശം 13 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. അത് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ടും ഇസ്രായേലിന്റെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ടുമാണ്. ട്രംപ് പിന്നെ ഒരു വിടുവായത്വമാണ് പറയുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു യുദ്ധക്കൊതിയന്മാരുടെ രാജ്യമായതുകൊണ്ട് തന്നെ അവര് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഒരു വിവരക്കേട് അവർ കാണിച്ചാൽ ഉറപ്പായിട്ടും ഇറാൻ തിരിച്ചടിക്കും. അത് വലിയൊരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് മാറും. അപ്പൊ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ മനഃപൂർവ്വം മാറി നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അതിന് പകരമായിട്ട് അദ്ദേഹത്തിന്റെ മറ്റു 3 മക്കൾ, അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു 3 മക്കൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ മറ്റു ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, അന്നത്തെ ആ ഒരു യുദ്ധത്തിന്റെ സമയത്ത് ആ തീവ്രത കൂടിയിരുന്ന സമയത്ത് മുസ്തഫ ഖമേനിക്കും പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം പങ്കെടുക്കാമായിരുന്നു. ഈ ഒരു അവസ്ഥ, ഈ ഒരു സംഘർഷം വർദ്ധിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശമായിട്ട് പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും ഒരു മാളത്തിലൊളിക്കലാണ് എന്ന് കുറച്ച് പേര് പറയുന്നത്. മാളത്തിലൊളിക്കലൊന്നും അല്ല. ഈ ഒരു 6 ദിവസം 9-ാം തീയതി വരെ അവർക്ക് സംയമനം പാലിച്ചേ മതിയാവൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്ക് പലപ്പോഴും അറിയാവുന്നതാണ്, യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അടിക്കുമെന്ന് ട്രംപ് പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇറാൻ യാതൊരു പ്രകോപനവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. മാക്സിമം സംയമനം പാലിക്കാൻ നോക്കുന്നവരാണ് ഇറാനിയന്. പക്ഷേ അവരെ പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ട് അടുപ്പിക്കുക എന്നൊരു രീതിയായിരുന്നു ട്രംപ് അവലംബിച്ചത്. പക്ഷെ അടിച്ചപ്പോഴാണ് ട്രംപിന് മനസ്സിലായത് ഇത് ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, അറ്റമില്ലാതെ കിടക്കുകയാണ്, കടൽ പോലെ കിടക്കുകയാണെന്ന് മനസ്സിലായത്. അപ്പൊ അതുപോലെ തന്നെ ട്രംപിന് ഇപ്പൊ അറിയാം ഈ ഒരു അവസരത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടൊരു അറ്റാക്ക് നടത്തിയാൽ തിരിച്ചു കിട്ടാൻ പോകുന്നത് ചെറുതായിരിക്കില്ല എന്ന് ട്രംപിന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമല്ല. ഇസ്രായേലിന്റെ നിലനിൽപ്പാണ് പ്രധാനം. ഒന്നുകിൽ അപ്പുറത്ത് യുദ്ധം ചെയ്യുക, ഹമാസുമായിട്ട് യുദ്ധം ചെയ്യുക, അതൊന്നും ശാന്തമാകുമ്പോൾ ഇപ്പുറത്തേക്ക് വന്ന് ഇവർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു അറ്റാക്ക് ഒക്കെ നടക്കുന്നത്. പക്ഷെ ഇറാനികൾ അല്ലെങ്കിൽ ഇറാനിലെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവയെ ആ ഒരു സംയമനം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ശാന്തത, ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ശാന്തത കൈവന്നിരിക്കുന്നതും അതുപോലെ തന്നെ മുസ്തഫ ഖമേനി ഇതുവരെ പ്രത്യക്ഷത്തിൽ വരാത്തത്.
വിദ്യ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ട്രംപിന്റെ വിടുവായുത്തം, നമുക്ക് എല്ലാവർക്കും അറിയാം ട്രംപിന്റെ വിടുവായുത്തം എന്തുമാത്രമാണെന്ന്. ഈ ട്രംപിന്റെ ഈ വിടുവായുത്തം കൊണ്ട് 100 രാജ്യങ്ങൾ പങ്കെടുക്കേണ്ട ഈ ഒരു ചടങ്ങിൽ, ഈ മരണാനന്തര ചടങ്ങിൽ 100 രാജ്യങ്ങൾ പങ്കെടുക്കേണ്ട സ്ഥാനത്ത് 13 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഈ ട്രംപിന്റെ ഈ ഒരു വിടുവായുത്തം കൊണ്ട് അത് എന്തുമാത്രം ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ 100 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ 13 രാജ്യങ്ങൾ മാത്രമാണ് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ പതറിയിട്ടുള്ളത്. ബാക്കിയുള്ള 87 പേരും ഇതിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ ചെലുത്തുന്ന ഒരു സ്വാധീനം ഈ ഒരു ആഗോള രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിലൊക്കെ തന്നെ ഇറാൻ ചെലുത്തുന്ന ഒരു സ്വാധീനം ചെറുതല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഫെബ്രുവരിയിൽ ഈ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഒരു പക്ഷേ ഇത്രയും വലിയൊരു കരുത്ത് ഇറാൻ ഉണ്ടായിരുന്നിരിക്കില്ല. ഇറാൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്, സാമ്പത്തികമായി ഒന്നുമല്ല, ആയുധപരമായി ഒന്നുമല്ല എന്നൊക്കെ കരുതിയിരുന്ന സ്ഥാനത്ത് അങ്ങനെയല്ല, അമേരിക്ക എന്ന് പറയുന്ന ഒരു വൻ ശക്തിക്ക് മുൻപിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് ഇറാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് തെളിയിക്കുന്ന 3 മാസങ്ങളാണ് ഈ കഴിഞ്ഞു പോയത്. അപ്പൊ ചോദിക്കും, അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവരെല്ലാവരും നഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കും. പരമോന്നത നേതാവ് നഷ്ടപ്പെട്ടു, സൈനികപരമായിട്ടുള്ള ഒരു ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരൊക്കെ നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കും. ശരിയാണ്, പക്ഷെ ഇറാനെ സംബന്ധിച്ച് അതൊന്നും ഒരു മരണമല്ല, അതൊക്കെ അവരുടെ വീരമൃത്യുവാണ്. അത് മാത്രമല്ല, ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പരമോന്നത നേതാവ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ശത്രുക്കളാൽ മരണപ്പെടുന്നത് എന്നതും അതും ഒരു വലിയ കാര്യമാണ്. പക്ഷെ അതും ആ സമയത്തൊക്കെ നമ്മൾ വാർത്തകൾ ചെയ്തിരുന്നതാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ബങ്കറിലും പോയി ഒളിച്ചിട്ടില്ല. ആ സമയത്ത് എന്റെ ജനതയോടൊപ്പം ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്ന് തെളിയിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു, ലോകം തന്നെ ഇറാനെ തിരിച്ചറിയണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ജീവൻ നഷ്ടപ്പെട്ടാലും ഇറാൻ എന്ന് പറയുന്ന ജനതയുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ പരമാധികാരത്തിലേക്ക് ആര് കടന്നു വരാൻ ശ്രമിച്ചാലും അത് നടക്കില്ല എന്ന് പറയുന്നതാണ് ഈ ഒരു 3 മാസക്കാലം നമ്മളെ കാണിച്ചു തന്നത്. ഒരുപക്ഷെ നമ്മൾ പോലും ഇറാൻ ഇത്ര കരുത്തുള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു യുദ്ധം നടന്ന സമയത്ത് വളരെ തുച്ഛമായിട്ടുള്ള തുകയ്ക്കൊക്കെയാണ് അവർ ആയുധങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. സാങ്കേതിക വിദ്യ വളർത്തിയെന്ന് പറയുന്നത്, സാമ്പത്തിക ഉപരോധങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ ഒന്നും അവരെ തളർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു ശക്തി, അമേരിക്ക പോലൊരു ശക്തി കോടിക്കണക്കിന് ജനങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ പെട്ടെന്ന് കൊന്നൊടുക്കാലോ എല്ലാവരെയും എന്ന് പറഞ്ഞിട്ട് പോലും ഈ 13 രാജ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഇറാനോടുള്ള പൊതു സമൂഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരെല്ലാവരും ഇറാനെ അനുകൂലിക്കാൻ തുടങ്ങി. എന്ത് വന്നാലും ഇറാൻ ആ ഒരു രാജ്യത്ത് ചെന്നാൽ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടില്ല എന്ന് ഈ പോയ രാജ്യത്തിലെ ഓരോ പ്രതിനിധിക്കും വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഓരോ രാജ്യവും അവരാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ അത്ര കണ്ട് ഇറാൻ വളർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വളർച്ചയുടെ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ട്രംപിന് തന്നെയാണ്. ട്രംപ് ഒരു പക്ഷെ ഇത്ര ഉപരോധങ്ങൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇറാൻ പോലും ഇങ്ങനെ വളരില്ലേ. നമ്മളെപ്പോഴും പറയുമല്ലോ, നമ്മളൊരു ഈഗോ ഹേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മള് ഗ്യാപ്പ് കിട്ടുന്നത്. അതുപോലെ ഇറാൻ അങ്ങോട്ട് തഴച്ചു വളരാൻ അമേരിക്ക വെള്ളവും വളവും കൊടുത്തു എന്ന് പറയാം. ഇന്ത്യ ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെ? അതെ അതെ. ഈ 13 രാജ്യങ്ങളിൽ ഇന്ത്യ പെട്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് ഇറാന്റെ ഒരു നയതന്ത്ര ചർച്ചയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളുടെ രാജ്യത്തില് എപ്പോഴും നമ്മളുടെ ഭരണാധികാരികൾ ഭയങ്കര കണ്ണിങ് ആണ്. എവിടെയാണ് നമുക്കൊരു സ്കോപ്പ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഇപ്പൊ ട്രംപ് എപ്പോഴും പറയും ലോകശക്തി ആ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ആ ട്രംപിന്റെ ഭീഷണിയെ പോലും വകവയ്ക്കാതെ ഒരു സംഘത്തെ നമ്മളുടെ ഇവിടെ നിന്നും അയച്ചു എന്ന് പറയുമ്പോൾ അവിടെയും ഇറാന്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഇറാനുള്ള ആധിപത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാം. ശരിയാണ്, തീർച്ചയായും. അപ്പോൾ അവരുടെ എന്ത് രീതിയിലായാലും, സാമ്പത്തികപരമായിട്ടായാലും അല്ലെങ്കിൽ ആയുധപരമായിട്ടായാലും എല്ലാ രീതിയിലും ഇറാൻ ഇനിയും വളരും. ഇത്രയും ഉപരോധങ്ങൾക്കിടയിൽ ഇത്രയും വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉപരോധങ്ങളൊക്കെ മാറി വരുന്ന സമയമാണ്, പിടിച്ചു വെച്ചിരിക്കുന്ന ഫണ്ടുകളൊക്കെ തിരിച്ചു കിട്ടുന്ന സമയമാണ്, ഹോർമൂസിന്റെ പരമാധികാരം കിട്ടാൻ പോകുന്ന സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നിധിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പൊ ഇന്ത്യ ഒരിക്കലും ആ ഒരു ശക്തിക്ക് മുന്നിൽ ട്രംപിനെ വില കൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായി തന്നെയാണ് ഇറാനിലേക്ക് ഇന്ത്യ ഈ ഒരു സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രതിനിധികൾ അവിടെ ചെന്നിരിക്കുന്നത്. ഇതിനിടയിൽ ചർച്ചയാകുന്ന മറ്റൊരു കാര്യമാണ് നാറ്റോ രാജ്യങ്ങളുമായിട്ടുള്ള ട്രംപിന്റെ ചർച്ച എന്ന് പറയുന്നത്. അതിന് ഏത് തരത്തിലേക്കായിരിക്കും നീങ്ങുക? നാറ്റോ രാജ്യങ്ങൾ നമുക്കറിയാം, ട്രംപ് വലിയ സൗമ്യതയിലോ അല്ലെങ്കിൽ നല്ലൊരു ബന്ധത്തിലോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് ഇലക്ഷൻ വരാൻ പോവുകയാണ് ഒന്നാമത്തെ കാര്യം അമേരിക്കയിൽ. അപ്പൊ ട്രംപിന്റെ നിലനിൽപ്പിന് സേഫ് ആക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം. അപ്പം തന്നെ ഇനി ഈ 60 ദിവസത്തെ കരാറിന് ശേഷം വരുന്ന ഹോർമൂസിന്റെ ആധിപത്യം ഏത് രാജ്യങ്ങൾ
ഏത് രാജ്യമായിരിക്കും ഇതിന് ആ ഒരു കൺട്രോൾ ആർക്കായിരിക്കും കിട്ടാൻ പോവുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ചർച്ച ഇപ്പോൾ ട്രംപിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ യുക്രൈൻ യുദ്ധം, ഇറാൻ യുദ്ധം ഒക്കെ വളരെ കലുഷിതമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇതിന്റെ വിപത്തുകൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തികപരമായി തന്നെ ഇപ്പൊ നമുക്ക് ആയാൽ പോലും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇന്ധനവില വർദ്ധിച്ചിട്ടുണ്ട് ഈ കുറച്ച് നാളുകൾക്ക് മുൻപ്. പക്ഷെ അങ്ങനെ വർദ്ധിപ്പിക്കാനായിട്ട് ഓരോ രാജ്യത്തിലെയും ഭരണാധികാരികൾ പ്രേരിപ്പിക്കപ്പെടുകയാണ് അവർ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ മുഴുവൻ ട്രംപിനെതിരായി മാറിയിട്ടുണ്ട്. ആ ഒരു സാമ്പത്തിക സുരക്ഷ ഒരു രാജ്യത്തിനും ഇല്ലാത്തൊരവസ്ഥയായി മാറി. അപ്പോൾ അതിനൊക്കെ എതിരെ അതിനെ തടഞ്ഞു നിർത്തണമെങ്കിൽ ഈ യുദ്ധങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് ട്രംപിന് തന്നെ ഇപ്പൊ അറിയാം. അപ്പോൾ അതിൽ ഇനി ആരുടെ കാലമാണ് പിടിക്കാൻ പറ്റുക എന്നതായിരിക്കും ട്രംപ് ഇപ്പൊ നോക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇനിയിപ്പോ ഇസ്രായേൽ അല്ല ആരെന്ത് പറഞ്ഞാലും ശരിയാണ്, ട്രംപ് അതൊന്നും വകവെക്കില്ല. ട്രംപിന്റെ നിലനിൽപ്പാണ് ട്രംപ് എപ്പോഴും നോക്കുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ട്രംപ് ഇസ്രായേലുമായിട്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് പോലും ലെബനനിലേക്ക് ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഒരു പ്രോക്സി ഗ്രൂപ്പുകളെയും ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ എന്നിട്ട് പോലും ട്രംപിന്റെ ഭീഷണി, ട്രംപ് പോലും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ അറ്റാക്ക് ചെയ്യരുതെന്ന്. പക്ഷെ അതൊന്നും ഇസ്രായേല് വകവെക്കുന്നില്ല. അതായത് ഇത്ര നാളും തോളിൽ കെട്ടി നടന്ന രണ്ടുപേരാണ്. പക്ഷെ ഇപ്പോ അതൊന്നും പറ്റില്ല. ട്രംപിന്റെ രീതി നിലനിൽപ്പ് നോക്കുമ്പോൾ നെതന്യാഹുവിന്റെ നിലനിൽപ്പാണ് നോക്കുന്നത്. എത്ര പറഞ്ഞിട്ടും നെതന്യാഹു ഇത് അനുസരിക്കാത്ത ഘട്ടത്തിലാണ് ഇനി ഒരു ചർച്ചയ്ക്ക് ട്രംപ് മുൻകൈ എടുത്തിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ ട്രംപ് ഒന്ന് കടിഞ്ഞാനിട്ട് ഇസ്രായേലിനെ നിർത്തുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ട്രംപിന്റെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കാത്ത ഒരാളെയും ട്രംപ് കൂടെ നിർത്താറില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ഒന്നുകിൽ അടിച്ചു പിരിയും, അതല്ലെങ്കിൽ ട്രംപിന്റെ വാക്കുകൾ അനുസരിക്കാൻ നിർബന്ധിതരാവും ഇസ്രായേൽ എന്നുള്ളതായിരിക്കും ഈ വരാൻ പോകുന്ന ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.